ഇന്നൊരു കോവയ്ക്ക ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് കോവയ്ക്ക എടുക്കുക, അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. എല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, കാണാനും ഭംഗിയുണ്ടാവും. ഒരു പാത്രത്തിലേക്ക് അത് അരിഞ്ഞത് മാറ്റിയിട്ട് സ്പൂൺ മുളക് പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി എന്നിവ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാ കഷ്ണങ്ങളിലും ഇത് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് നേരം എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് കായം പൊടിയാണ്. കായം പൊടി ഒരു കുറച്ച് ചേർത്താൽ മതിയാവും. ആവശ്യത്തിനനുസരിച്ച് അധികം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. ഇത് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഈ കോവയ്ക്ക നമ്മൾ എടുത്ത് വെച്ചത് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റിനുള്ളിലൊക്കെ ഫ്രൈ ആയിട്ട് വരും. നമ്മൾ അരിഞ്ഞ കനത്തിനനുസരിച്ച് ഇതിൻ്റെ ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും അതിൽ ബബിൾസ് വന്നിട്ടുണ്ടാവും. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വെള്ളം ആവിയായി പോകുന്ന ബബിൾസ് വരുന്നത് നിൽക്കും. അപ്പോഴാണ് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടത്, കോരി എടുക്കേണ്ടത്. നമ്മൾ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് ഈ കോവയ്ക്ക നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പുറത്ത് വരുമ്പോഴത്തേക്ക്. അരിപ്പൊടി ആയാലും മതി, അരിപ്പൊടി ചേർത്താലും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. വെന്ത് കഴിഞ്ഞു, അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. കോവയ്ക്ക ഫ്രൈ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.